പൂരം കലക്കലിൽ സ്വയം കുറ്റവിമുക്തനായ ADGP അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ടിനെതിരെ CPI സമഗ്രമായ അന്വേഷണം DGPയുടെ നേതൃത്വത്തിൽ വേണമെന്ന് മുന്നണിയെ അറിയിക്കും. മാത്രമല്ല രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്ന കാര്യം പ്രത്യേകം അന്വേഷിക്കണമെന്നും CPI ആവശ്യപ്പെടുന്നു. മാർഷൽ വി സെബാസ്റ്റ്യൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മാർഷൽ, ഏറ്റവും വലിയ ആരോപണം നേരിടുന്ന ഒരാളാണ് MR അജിത് കുമാർ പൂരം കലക്കിയ വിഷയത്തിൽ. അത് മുന്നണിക്കുള്ളിൽ നിന്നാകട്ടെ പ്രതിപക്ഷത്ത് നിന്നാകട്ടെ ആരിൽ നിന്നും അദ്ദേഹത്തിന്റെ തന്നെ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ട് മുഖ്യമന്ത്രി പരിഗണിക്കുമോ എന്നുള്ളത് രാഷ്ട്രീയ ആകാംക്ഷയാണ്, മുന്നണി സമവാക്യത്തിൽ തന്നെ നിർണായകവുമാണ്. തീർച്ചയായിട്ടും മാധു, അതായത് പൂരം കഴിഞ്ഞു, വെടിക്കെട്ടും കഴിഞ്ഞു, 5 മാസമായി. എങ്കിലും ആ വെടിക്കെട്ടിൻ്റെ വിവാദങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. 5 മാസമായിട്ടും ഒരു റിപ്പോർട്ട് സമർപ്പിക്കാതിരിക്കുകയും പിന്നീട് മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടിട്ട് റിപ്പോർട്ട് വേണമെന്നാവശ്യപ്പെടുകയും അങ്ങനെ റിപ്പോർട്ട് നൽകുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം അതുകൂടി പരിശോധിക്കണമെന്നാണ് CPI ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ, അതല്ല ഒരു ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിട്ടും ജൂനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ വീഴ്ച മൂലം സാധാരണ രീതിയിൽ ഒരു പൂരം അലങ്കോലപ്പെട്ടതാണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ സംശയം ബാക്കി നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇത്തരമൊരു അട്ടിമറി ഉണ്ടാകുന്നതിന് പിന്നിൽ രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളുണ്ടെന്ന് CPI വിശ്വസിക്കുന്നു. മാത്രമല്ല RSS നേതാക്കളെയൊക്കെ രഹസ്യമായി സന്ദർശിക്കുന്ന ADGPക്ക് മറ്റു ഗൂഢോദ്ദേശമുണ്ടോ എന്നും ഇവർ പരസ്യമായി ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഉള്ള മറുപടി കൂടി ഇന്നത്തെ റിപ്പോർട്ട് പരിശോധനയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റിപ്പോർട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇന്നലെ മുഖ്യമന്ത്രി പറയുന്നു റിപ്പോർട്ട് ആരുമേ കണ്ടിട്ടില്ല, ഞാനും ഇന്ന് കാണുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ വാർത്തകൾ വരുന്നു. ആ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രതികരിക്കാൻ സാധിക്കില്ല എന്നാണ് ഇന്ന് LDF കൺവീനറും പറഞ്ഞത്. അങ്ങനെ മുതിർന്ന നേതാക്കളും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും എല്ലാം റിപ്പോർട്ടിലെ ഉള്ളടക്കം എന്താണ് എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു വിവരം പുറത്തേക്ക് വിടുന്നില്ല. എങ്കിലും CPIയും അതോടൊപ്പം തന്നെ CPIയുടെ മുഖപത്രവും കഴിഞ്ഞ 2 ദിവസമായി നടത്തുന്നത് ഇത്തരമൊരു റിപ്പോർട്ടിൽ സ്വയം കുറ്റവിമുക്തനാക്കി മാറി നിൽക്കുവാൻ വേണ്ടിയുള്ള അജിത് കുമാറിൻ്റെ ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നാണ്. മുമ്പ് അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ള നിർദ്ദേശം പരസ്യമായി തന്നെ CPI ആവശ്യപ്പെട്ടുവെങ്കിലും അത്തരം ആവശ്യങ്ങൾ അവർക്ക് ഉന്നയിക്കാമെന്നാൽ അങ്ങനെയൊന്നും മാറ്റാൻ പറ്റുന്ന ആളല്ല അത്തരം ഉദ്യോഗസ്ഥർ എന്നുള്ള നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ഇപ്പോൾ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു മുന്നണി സമവാക്യത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു മുന്നണിയിൽ ഒരു വിള്ളലുണ്ടാകുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ പാടില്ല എന്നുള്ള നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കുറച്ചുകൂടി CPI ഉന്നയിക്കുന്ന ആരോപണങ്ങളെ പരിഗണിച്ചുകൊണ്ട് അത് മുഖവിലയ്ക്ക് എടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. CPI ഉന്നയിക്കുന്ന ആവശ്യം മറ്റൊന്നുമല്ല, ആരോപണ വിധേയനായ രാവിലെ മാർഷൽ TP രാമകൃഷ്ണൻ പറയുന്നു ഞാൻ ആ റിപ്പോർട്ട് വായിച്ചിട്ടില്ല. മാത്രമല്ല CPIയിൽ വന്ന മുഖപത്രത്തിൽ വന്ന ലേഖനം പോലും വായിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എങ്ങനെയാണ് LDF കൺവീനർക്ക് ഒന്നും അറിഞ്ഞില്ല എന്ന നിലപാടെടുക്കാൻ കഴിയുന്നത്? കാരണം CPI മുഖപത്രം ഇന്നലെയും ഇതേ വിമർശനം ഉന്നയിച്ചു. മുന്നണിക്കുള്ളിൽ അത്തരത്തിൽ ആശങ്കയുണ്ടെങ്കിൽ അതൊരു പത്രക്കുറിപ്പിലൂടെയോ മുഖപത്രത്തിലൂടെ എഴുതുന്നതിലൂടെയോ റിപ്പോർട്ട് വായിച്ചിട്ടോ ഒന്നുമല്ല LDF കൺവീനർ മനസ്സിലാക്കേണ്ടത്. മാധു, ഇടതുമുന്നണി കൺവീനർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. സ്വാഭാവികമായിട്ടും മുന്നണി കൺവീനർ ആകുമ്പോൾ പല കാര്യങ്ങളും അദ്ദേഹം കണ്ടില്ല, അദ്ദേഹം വായിക്കില്ല, അങ്ങനെയൊരു നിലപാടാണ് പണ്ട് മുതൽക്കേ. LDFിൻ്റെ കൺവീനർമാർ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം വായിക്കുന്ന കാര്യങ്ങൾ അവർ വായിക്കില്ല, നമ്മളെല്ലാം അറിയുന്ന കാര്യങ്ങൾ അവർ അറിയില്ല. മുന്നണിയിലെ മറ്റ് പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ മുന്നോട്ട് വെച്ചാലും അത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നിട്ടില്ല, പരിഗണനയ്ക്ക് വന്നിട്ടില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കും. അത്തരമൊരു നിസ്സംഗഭാവമുള്ളവരാണ് സാധാരണഗതിയിൽ LDF കൺവീനർ ആകുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം അതല്ല. ഇപ്പോൾ CPI മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അജിത് കുമാർ ഈ റിപ്പോർട്ട് തന്നത്. ആ റിപ്പോർട്ട് എന്തായി ആയിക്കോട്ടെ, എന്നാൽ തന്നെയും അജിത് കുമാറിൻ്റെ കൂടി ഇടപെടൽ അന്വേഷണ പരിധിയിൽ വരുന്ന തരത്തിലേക്ക് മുതിർന്ന ഉദ്യോഗസ്ഥൻ ഈ തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് മാത്രമല്ല, തൃശ്ശൂർ പൂരം കലക്കൽ നടക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഈ തൃശ്ശൂർ പൂരം കലക്കലിലൂടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള രാഷ്ട്രീയ വശം കൂടി അന്വേഷിക്കണമെന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്.